ഇപ്പൊ ഈ ഇലക്ഷനോടനുബന്ധിച്ച് ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നതാണ് ദിലീപിനെ തിരിച്ച് അമ്മയിലേക്ക് എടുക്കണം എന്നുള്ളത്. താങ്കളുടെ ഒരു അഭിപ്രായം? അത് സിദ്ദിഖ് പാട്ട് പറഞ്ഞ പോലെ ദിലീപ് കുറ്റാരോപിതനാണ്. ദിലീപ് കുറ്റം ചെയ്യേണ്ടിയില്ലോ എന്ന് അറിയില്ല. ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ ചെയ്തിട്ടുണ്ടാവില്ല. ചിലർ പറയും ട്രാപ്പാണ് പറയാനു. താങ്കൾക്ക് എന്താ തോന്നുന്നത്? ഞാൻ 50-50 ആണ്. 50 പുള്ളി ചെയ്യാൻ സാധ്യതയുണ്ട്, 50 ചെയ്യാൻ സാധ്യതയില്ല, ട്രാപ്പാൻ സാധ്യതയുണ്ട്. എന്താണ് കാര്യം പുള്ളിക്ക് അറിയുള്ളൂ. അത് എന്താണ് ഒരു ഐഡിയ കിട്ടുന്നില്ല. അപ്പൊ ഈ കേസ് ഇത്രത്തോളം വലിച്ചു നീട്ടുന്നത് എന്തുകൊണ്ടായിരിക്കും? അതല്ല, പുള്ളിയുടെ അഡ്വക്കേറ്റിന്റെ കളിയാണ്. അഡ്വക്കേറ്റ് കളി എന്താ സത്യം എന്ന് നമുക്കറിയില്ല. ഇപ്പൊ വേടന്റെ കേസിൽ ഇപ്പൊ വേടന് ഇപ്പൊ എന്താണ് നടന്നത്, മ്യൂച്വൽ കൺസെന്റിലാണോ അല്ലയോ ഒന്നും അറിയില്ല. അപ്പൊ എന്താ സത്യാവസ്ഥ നമുക്ക് പറയാൻ പറ്റില്ല. ഈവൻ ലീഗലി ആണെങ്കിൽ പോലും ഇവര് പല ആൾക്കാരും രക്ഷപ്പെട്ടുന്നുണ്ട്. കള്ളത്തം ചെയ്തിട്ടും ഇത് ചെയ്തിട്ട് രക്ഷപ്പെട്ടുന്നുണ്ട്. നമ്മുടെ ജുഡീഷ്യറി അങ്ങനെയാണ്. ഇപ്പൊ ക്രിക്കറ്റിൽ പണ്ട് കോഴവാ അസൂർദീമനാളുടെ അയാൾ ചെയ്തിട്ടുണ്ടെന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ അയാൾ രക്ഷപ്പെട്ടു. അപ്പൊ കോടതിയിൽ മാത്രം നമുക്ക് പറയാൻ പറ്റില്ല. കാരണം തെറ്റ് ചെയ്തതിനും രക്ഷപ്പെടുന്നുണ്ട്. കാരണം ഒരുപാട് ലൂപ്പ് ഹോൾസ് ഉണ്ട് രക്ഷപ്പെടാൻ. ഇപ്പൊ ഒരുപാട് സിനിമ മേഖലയിൽ തന്നെ ഇപ്പൊ ദിലീപിന്റെ കേസ് മാത്രമാണ് ഇപ്പൊ ഇത്രയും വർഷത്തോളം മീഡിയ കൊണ്ടുവന്നാണ്. മീഡിയ ആണ് അത്രയും. പണ്ട് ഇതിനെക്കാട്ട് പല സംഭവം നടന്നിട്ടുണ്ട്. അതൊന്നും പുറത്തു വന്നിട്ടില്ല. ഇപ്പൊ അതിനുശേഷം ഹേമ കമ്മിറ്റിയിൽ ഒരുപാട് ആർട്ടിസ്റ്റുകളുടെ പേരിൽ ഈ പറയുന്ന പെണ്ണേഴ്സുകൾ വന്നു. പക്ഷെ അതെല്ലാം പോയി, അതെല്ലാം ഒതുക്കി വെച്ചിരിക്കുകയാണ്. അതിന്റെ അമ്മേന്റെ പല ആൾക്കാർ രാജിവെക്കാൻ തന്നെ കാരണം ഈ ഹേമ കമ്മിറ്റി പേടിച്ചിട്ട് തന്നെയാണ്. ഹേമ കമ്മിറ്റിയിലെ റിപ്പോർട്ട് വരുന്നില്ല, അത് ഒതുക്കി വെച്ചിരിക്കുകയാണ്. ഇപ്പൊ നമ്മുടെ കേരളത്തിൽ ഒരു മന്ത്രിസഭ വരെ ഒരു പെണ്ണ് കാരണം മാറിപ്പോയതാണ്. കേസ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കേസാണോ? അതെ, അത് വളരെ ബാലിശ. അതും ശരിയായ വളരെ അങ്ങനെയാണോ? ഓക്കെ, സ്ത്രീ വിഷയമാണ് ഏറ്റവും വലിയ പ്രശ്നം. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, അഡോൾഫ് ഹിറ്റ്ലറിനെക്കാട്ടും മോശക്കാരനെ ആൾക്കാർക്ക് ചിത്രീകരിക്കുന്നത് ബിൽ ക്ലിന്റണാണ്. ഒരു സ്ത്രീ വിഷയം വന്നു കഴിഞ്ഞാൽ പോക്കാണ്. ഒരാണിന് അത് വന്നു കഴിഞ്ഞാൽ ഭയങ്കര പ്രശ്നമാണ്. ബിൽ ക്ലിന്റണാണ് ഏറ്റവും മോശക്കാരനെ എടുക്കുന്നത് അഡോൾഫ് ഹിറ്റ്ലറിനേക്കാൾ. അപ്പൊ അത് വലിയ പ്രശ്നമാണ്. അത് വുമൺ കാർഡ് കുറെ കളിക്കുന്നുണ്ട്. ഇപ്പൊ നിയമങ്ങൾ മാനിപ്പുലേറ്റ് ഒരുപാട് മിസ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് ഒരു പെണ്ണിനെ വെച്ച് നമുക്ക് ഒരു എന്റെ പേരിൽ തന്നെ ട്രാൻസ്ജെൻഡർ കേസ് വന്നു. ആ വ്യക്തിയെ കണ്ടിട്ടില്ല, കാണാത്ത ആളെ കണ്ടുകൊള്ളുമില്ല. ഒരാളുടെ ജീവനങ്ങളെ ഒരു കുഴപ്പമില്ല. വളരെ എളുപ്പം നിയമം മിസ്യൂസ് ചെയ്യാം. ഇപ്പൊ സ്ത്രീകൾ മുന്നോട്ട് വരണം, എല്ലാം സംഭവിക്കണം. പക്ഷെ അതിന്റെ ഒപ്പം ഇന്ന് ആണുങ്ങളുടെ അവസ്ഥ വളരെ ദയനീയമാണ്. ഒരു പെണ്ണിനെ നമുക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ല. എപ്പോഴാണ് പണി കിട്ടുന്ന അറിയില്ല. അപ്പൊ എന്തായാലും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റി. അപ്പൊ ഇത്രയും നേരം നമ്മുടെ ഒപ്പം ടൈം സ്പെൻഡ് ചെയ്തതിന് ഒരുപാട് നന്ദി. നിങ്ങളായിട്ട് ആദ്യമായിട്ട് ഇന്റർവ്യൂ നമ്മൾ അല്ലാതെ പോഡ്കാസ്റ്റ് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്, 1-to-1 ആയിട്ട് ചെയ്യുന്നത് ആദ്യമായിട്ടാണ്. എന്തായാലും താങ്ക് യു. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു സംസാരിക്കാൻ പറ്റിയത്. ഒരുപാട് ഇൻഫോർമേഷൻസ് കിട്ടി, എന്റർടൈനിങ് ആയിരുന്നു. ഇനി ഇന്റർവ്യൂ കൂടുതൽ സിനിമയെക്കാട്ടും മറ്റു വേറെ കാര്യം ചോദിക്കുന്നുള്ളൂ. താങ്ക് യു. ഓക്കെ.